ഹായ് എവരി വൺ, വെൽക്കം ടു നിഷ എജു ഹബ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. UGC നെറ്റ് പേപ്പർ 1-ലും അതുപോലെ നമ്മുടെ മാനേജ്മെന്റ് സബ്ജക്റ്റിലും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ. അതിൽ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷൻസ്, പ്രോസസ്, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രാ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് തന്നെ സംസാരിക്കുകയാണ്. ടോക്കിംഗ് ടു വൺ സെൽഫ്, നമ്മളുടെ സെൽഫ് ടോക്ക് ആണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ മനസ്സിൽ നമ്മൾ സംസാരിക്കത്തില്ല, ഓരോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, നമ്മളോട് തന്നെ സംസാരിക്കും. ഇപ്പൊ ഒരു കണ്ണാടിയൊക്കെ നോക്കി, ഒരു മിററൊക്കെ നോക്കിയിട്ട് നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യില്ലേ? സോ അതാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ടു അവർ സെൽഫ്, നമ്മളോട് തന്നെ, ടോക്കിംഗ് ടു വൺ സെൽഫ് ഇൻ വൺസ് ഓൺ മൈൻഡ്. ഇൻട്രാ എന്ന് പറയുമ്പോൾ തന്നെ ടു സെൽഫ് എന്നുള്ളത് ലിങ്ക് ചെയ്ത് പഠിക്കുക. ഇനി ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഇന്റർ എന്ന് പറയുമ്പോൾ തന്നെ ബിറ്റ്വീൻ ടു പേഴ്സൺസ്, രണ്ട് വ്യക്തികൾ ഇടയിലുള്ള ആശയവിനിമയം, അതാണ് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ് ബിറ്റ്വീൻ ടു പേഴ്സൺസ്. അടുത്തത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം ആ പേര് പോലെ തന്നെ എന്താണ്? ദ കമ്മ്യൂണിക്കേഷൻ എമംഗ് സ്മോൾ ഓർ ലാർജ് ഗ്രൂപ്പ് ലൈക്ക് ആൻ ഓർഗനൈസേഷൻ, അല്ലേ? ഒരു ഓർഗനൈസേഷനിലും അതുപോലെ ക്ലാസ് റൂമിലും ഒക്കെ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ചെയ്യാറില്ലേ? ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഇപ്പം പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കണം. അപ്പൊ ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട്, ഒരു ടീമായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പൊ 5 or 6 മെമ്പേഴ്സ് അടങ്ങുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു 10 to 15 മെമ്പേഴ്സ് ഒക്കെ വരുന്ന ലാർജ് ഗ്രൂപ്പ്. അപ്പൊ അത്തരത്തിൽ ഗ്രൂപ്പുകളിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ, ആ ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിലും കുട്ടികൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ, അവിടെ ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഈ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വേറെ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. ഇപ്പൊ ക്ലാസ് റൂമുകളിലാണെങ്കിലും ഓർഗനൈസേഷനിലൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് തരം തിരിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ ടാസ്കുകളൊക്കെ കൊടുക്കുക. ഇപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു സമയത്ത് നടക്കുന്ന ആശയവിനിമയം, ദാറ്റ് ഈസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. പക്ഷേ ഇവിടെ ഗ്രൂപ്പ് മെമ്പേഴ്സ്, അതായത് ഗ്രൂപ്പ് മെമ്പേഴ്സിന് അവരുടേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി എപ്പോഴും റീറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുമ്പോൾ എല്ലാ ടീം മെമ്പേഴ്സും ഫുള്ളി ഇൻവോൾവ് ആയിരിക്കണം. ഇപ്പോൾ ഒരാൾ മാത്രം ഒഴിഞ്ഞു മാറി നിൽക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഡിസ്കഷൻ കൊണ്ടോ യാതൊരു പ്രയോജനവും കാണത്തില്ല. അപ്പം ഗ്രൂപ്പ് മെമ്പേഴ്സിൽ നമ്മളിപ്പോൾ കുട്ടികളാണെങ്കിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ്, അവരുടെ ഒരു ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ളൊരു വ്യക്തിത്വം ഉണ്ടല്ലോ, അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി അവർ കീപ്പ് ചെയ്യുക. ആ ഒരു സെൽഫ് വെർത്ത്, ഒരു സെൽഫ് ഇമേജ് എപ്പോഴും റീറ്റെയിൻ ചെയ്ത് നിലനിർത്തിക്കൊണ്ട് വേണം പോകാനായിട്ട്. ഇറ്റ് ഇൻവോൾവ്സ് ഷെയറിങ് ഐഡിയാസ് വിതിൻ എ ഷെയർഡ് സെറ്റിംഗ്. അവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഐഡിയാസ് ഷെയർ ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ മെമ്പേഴ്സും അതിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എങ്കിൽ മാത്രമേ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് ആവത്തുള്ളൂ. അടുത്തത് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ മെസ്സേജ് ഈസ് സെൻഡ് ടു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബൈ ന്യൂസ് പേപ്പർ, റേഡിയോ ഓർ ടെലിവിഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് ഒരുപാട് ആളുകളിലേക്ക്, ഒരു മാസ് നമ്പർ ഓഫ് ഓഡിയൻസിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുക. അപ്പൊ അതിനകത്ത് ഓഡിയൻസിനെ ഒന്നും കാണണമെന്ന് പോലും ഇല്ല. ഇപ്പൊ ഒരു ന്യൂസ് പേപ്പർ, ഒരു പത്രം, എത്രയോ വീടുകളിലാണ് ന്യൂസ് പേപ്പർ വരുത്തുന്നത്. അപ്പൊ ആ ന്യൂസ് പേപ്പറിലുള്ള കാര്യങ്ങൾ ഒരു ഒരു മാസ് നമ്പർ ഓഫ് പീപ്പിളിലേക്കാണ് ആ ഒരു ന്യൂസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ എത്തുന്നത്. അതുപോലെ ഇപ്പൊ റേഡിയോ കേൾക്കുന്ന ആളുകൾ, ടെലിവിഷൻ കാണുന്നവര്. അപ്പം ഇത്തരത്തിൽ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ആളുകളിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുക ബൈ ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ. അതാണ് എന്ത്? മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതായത് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ പേരിൽ തന്നെ നമുക്കറിയാം, ഒരു പബ്ലിക് മീറ്റിംഗ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറുന്ന ഒരു സ്പീച്ച് നടത്തുക, ഒരു പ്രസംഗം നടത്തുക, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു സ്പീച്ച് നടത്തുക. അപ്പൊ അവിടെ ലൈവ് ആയിട്ടുള്ള ഓഡിയൻസിലേക്കാണ് ആ ഒരു മെസ്സേജ് നമ്മൾ അവരോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സ്പീക്കിംഗ് ഓർ സെൻഡിങ് എ മെസ്സേജ് ടു എ ലാർജ് ലൈവ് ഓഡിയൻസ് യൂഷ്വലി ഫ്ലോസ് വൺ വേ ഫ്രം ദ സ്പീക്കർ ടു ദ ലിസണേഴ്സ്. ഒരാൾ മൈക്കിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്പീക്കറിൽ നിന്ന് ലിസണേഴ്സിലേക്ക് യൂഷ്വലി സാധാരണയായിട്ടും ഒരു വൺ വേ രീതിയിലാണ് പോകുന്നത്. യൂഷ്വലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂഷ്വലി ഫ്ലോസ് വൺ വേ ഫ്രം ദ സ്പീക്കർ ടു ദ ലിസണേഴ്സ്. എക്സാമ്പിൾ പറഞ്ഞ ഒരു സ്പീച്ച് കേൾക്കുന്ന ആളുകൾ, ഒരു പബ്ലിക് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ, അപ്പൊ അതൊക്കെ എന്താണ്? പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു ലാർജ് ലൈവ് ഓഡിയൻസിലേക്കാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. അടുത്തത് നോക്കിക്കേ, വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ത്രൂ വേർഡ്സ്, അല്ലെ? വെർബൽ, ത്രൂ വേർഡ്സ്, കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് വേർഡ്സ്, വാക്കുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനകത്ത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വരാം,
ഓറൽ കമ്മ്യൂണിക്കേഷൻ വരെ. ഒന്നുകിൽ നമ്മൾ എഴുതുക അല്ലെ, ലെറ്റേഴ്സ് അല്ലെങ്കിൽ മെയിൽ അയക്കുക അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. പിന്നെ ത്രൂ വേർഡ്സ് അല്ലെ നമ്മൾ സംസാരിക്കുക. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്താണ് ഒരു നമ്മൾക്ക് പാസ് ചെയ്യേണ്ട ഇൻഫോർമേഷൻ നമ്മളൊരു വോയിസ് മെസ്സേജ് കൊടുക്കുക, അല്ലെങ്കിൽ എന്താ ഫോൺ വിളിച്ച് വളരെ ഫോർമൽ ആയിട്ട് പറയുക, അല്ലെങ്കിൽ വാക്കുകളിൽ കൂടി. ഇപ്പൊ ഫോർമൽ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഓർഗനൈസേഷനിലൊക്കെ വരുന്ന നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് വേർഡ്സ്, വാക്കുകൾ കൊണ്ട് നമ്മൾ സംസാരിക്കുക. അതിപ്പം റിട്ടൺ ആകാം, ഓറൽ കമ്മ്യൂണിക്കേഷൻ. അവിടെ എന്ന് പറഞ്ഞാൽ വേർഡ്സ് ആണ്, കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് വേർഡ്സ്. അതേസമയം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വേർഡ്ലെസ് മെസ്സേജ് ആണ്, അവിടെ വാക്കുകളൊന്നുമല്ല. അത് നമ്മളുടെ പിക്ചേഴ്സ് അല്ലെങ്കിൽ ജെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആളുകൾക്കിടയിൽ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആശയവിനിമയമാണ് നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ. അവിടെ വേർഡ്ലെസ് മെസ്സേജ് ആണ്, വാക്കുകളൊന്നുമില്ല. ചിലപ്പോൾ ഒരു ഐ കോണ്ടാക്ട് വഴി, അല്ലെങ്കിൽ നമ്മളൊന്ന് പുഞ്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ബോഡി ലാംഗ്വേജസ് വെച്ചിട്ട് എന്താണ് ബോഡി മൂവ്മെന്റ്സ്, ഹാൻഡ് മൂവ്മെന്റ്സ് ഒക്കെ കാണിക്കുക. ഇപ്പൊ സ്മൈലിംഗ്, നോഡിങ്, തലയൊന്ന് ആട്ടുക, ഹാൻഡ് മൂവ്മെന്റ്സ്, ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എന്താണ് കൈ ഇങ്ങനെ ഒരു നമ്മൾ നോഡ് ചെയ്യത്തില്ലേ, ഒരു ബൈ ബൈ സിമ്പിൾ. അപ്പൊ അത്തരത്തിലുള്ള എന്താണ് ബോഡി ലാംഗ്വേജസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, പിക്ചേഴ്സ്, ജെസ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരാളെ ഇങ്ങനെ വിളിക്കുക, ഒരു കാര്യം മനസ്സിലായോ ഇല്ലയോ എന്ന് പറഞ്ഞ് നമ്മൾ ഹെഡ് നോഡ് ചെയ്യുക, ഇതൊക്കെയാണ് എന്ത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അടുത്ത വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ നമ്മൾ അതിനകത്ത് ഗ്രാഫിക് എയ്ഡ്സ് ഒക്കെ, ഗ്രാഫിക് ഹെൽപ്പ്, അപ്പം എന്താണ് ഗ്രാഫിക് എയ്ഡ്സ് എന്തൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ അതിൽ ഇമേജസ്, ആർട്ട് ആൻഡ് ഷേപ്പ് ടു സപ്പോർട്ട് ഫാക്ട്സ്. ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പം അതിനോടൊപ്പം തന്നെ ചില ഡയഗ്രാംസും ഷേപ്പ് അല്ലെങ്കിൽ ഇമേജസ് ഒക്കെ കാണിച്ചിട്ട് ആ പറയുന്ന കാര്യങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം ഇത്തരത്തിൽ നമ്മൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം പറയുകയാണ്, പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഗ്രാഫിക് എയ്ഡ്സുകൾ കാണിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ അത് ഒന്ന് ഗ്രാസ്പ് ചെയ്യാനും അതൊന്ന് മനസ്സിലാക്കി എടുക്കാനും ഒക്കെ സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ചാർട്ട്, ഗ്രാഫ്, മാപ്പ്, സൈൻസ് ഒക്കെ കാണിക്കുക, അതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ദാറ്റ് റിലേറ്റഡ് വിത്ത് ഓർഗനൈസേഷൻ. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് കൂടുതലായിട്ടും നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത് അല്ലേ. കൃത്യമായിട്ടുള്ള ഫോർമൽ ചാനൽസ് വഴിയാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഒരു ടോപ്പ് അതോറിറ്റിക്ക് നമ്മളൊരു മെയിൽ അയക്കുക അല്ലേ, അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോർമാലിറ്റി ഉണ്ട് അല്ലെ. വളരെ പ്രിസ്ക്രൈബ്ഡ് ചാനൽസും പ്രോട്ടോകോൾസും വഴിയൊക്കെ ആണ് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത്. പക്ഷെ ആ പാസ് ചെയ്യുന്ന ഇൻഫോർമേഷൻ വളരെ ഓർഡർലി, ടൈംലി, ആക്യുറേറ്റ് ആയിട്ടായിരിക്കും ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യേണ്ടത്. സോ അത്തരത്തിൽ ഒഫീഷ്യലി ആയിട്ടുള്ള ഫോർമൽ ചാനൽസ് വഴി കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുക. ഓക്കെ, ത്രൂ ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് പൊസിഷൻസ് അലോങ് ദ ലൈൻ ഇൻ ദ ഓർഗനൈസേഷൻ, അതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ കാഷ്വൽ ആയിട്ട് സ്പോണ്ടേനിയസ്, അതിനൊരു പ്രീ പ്ലാനിങ് ഒന്നുമില്ല. ആ ഒരു സമയത്ത് സംഭവിക്കുന്ന കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്ക്. ഇപ്പൊ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനോട് കാര്യം പറയുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുക, ആ ഒരു ഒരു ലഞ്ച് ബ്രേക്കിന്റെ ഒക്കെ ഇടയ്ക്ക് സംഭവിക്കുന്ന വളരെ കാഷ്വൽ ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ടോക്കുകളാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. അതിന് കൃത്യമായിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ചാനൽസോ പ്രോട്ടോകോൾസോ ഒന്നുമില്ല. അപ്പൊ അത്തരത്തിൽ പല ഡയറക്ഷൻസിലാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഒരു മുന്തിരിവള്ളി പല സ്ഥലങ്ങളിൽ പടർന്നു പിടിക്കുന്ന പോലെ തന്നെ എല്ലാ ഡയറക്ഷൻസിലും ഇപ്പൊ ഹൊറിസോണ്ടൽ ആയിട്ട് സംസാരിക്കാം, നമ്മുടെ കൊളീഗ്സുമായിട്ട് കാര്യം പറയാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ടോക്ക് അല്ലെ, നമ്മൾക്ക് ഒരു ഫ്രണ്ട് ആയിട്ടുള്ള നമ്മുടെ കുറച്ച് ഇച്ചിരി സീനിയർ ആയിട്ടുള്ള ഒരു സൂപ്പർവൈസറിന്റെ അടുത്ത് കാര്യം പറയാം അല്ലെ. അപ്പൊ അത്തരത്തിൽ ഒരു കാഷ്വൽ ആൻഡ് സ്പോണ്ടേനിയസ് ടോക്ക് ആണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഇനി അടുത്തത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡൗൺവേർഡ്സ് എന്നുള്ള താഴോട്ട് എന്നുള്ള ഒരു സിമ്പൽ ആലോചിക്കുക. ഫ്രം ടോപ്പ് മാനേജ്മെന്റ് ടു ലോവർ ലെവൽ എംപ്ലോയീസ്, ഏറ്റവും ടോപ്പ് അതോറിറ്റിയിൽ നിന്ന് ലോവർ ലെവൽ എംപ്ലോയീസിനോട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഇനി അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതായത് ലോവർ ലെവലിൽ നിന്നും തൊട്ട് മുകളിലേക്ക്, ബോട്ടം ടു ടോപ്പ്, ലോവർ ഹയറാർക്കിക്കൽ ലെവലിൽ നിന്നും ഒരു ഹയർ ലെവലിലേക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് മെസ്സേജ് പാസ് ചെയ്യുക, ദാറ്റ് ഈസ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഒരു ലോവർ ലെവൽസിൽ എന്താണ് സംഭവിക്കുന്നത്, വർക്കൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഹയർ ലെവലിലേക്ക് ഇൻഫോം ചെയ്യുക. സോ ദാറ്റ് ഈസ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഇനി ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇപ്പൊ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സെയിം ലെവലിൽ വർക്ക് ചെയ്യുന്ന
കൊളീഗ്സ് തമ്മിൽ അല്ലെങ്കിൽ സെയിം ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തമ്മിൽ, രണ്ടോ അതിൽ കൂടുതൽ ആളുകൾ തമ്മിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. വെൻ കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ 2 or more persons who are working on the same level. വർക്ക് ചെയ്യുന്ന സമയത്ത് ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തൊട്ടടുത്തിരിക്കും നമ്മുടെ കൊളീഗ്സിനോട് ചോദിക്കുക. അപ്പൊ സെയിം ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ഡയഗണൽ എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ ദാറ്റ് ഈസ് ക്രോസ് വൈസ് കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായോ? ഡിഫറെന്റ് ലെവലിൽ ഉള്ള ആളുകളുടെ ഇടയിൽ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ എമംഗ് പേഴ്സൺസ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഹു ഹാവ് നോ ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ്. അങ്ങനെ ഇന്ന ആളുടെ അടുത്ത് ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പറ്റൂ, അങ്ങനെയില്ല. ഇപ്പൊ ഒരു മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ചെന്നിട്ട് ഫിനാൻസിൽ പോയി കാര്യങ്ങൾ, ഫണ്ടിന്റെ കാര്യങ്ങളും ഒക്കെ സംസാരിക്കാം. ഇപ്പൊ മാർക്കറ്റിംഗിൽ ചെന്നിട്ട് പ്രൊഡക്ഷനിൽ ഒന്ന് ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുക, അവിടെ കമ്മ്യൂണിക്കേറ്റ്, എത്ര പ്രോഡക്ട്സ് ആണ് ഇന്ന് ഡിസ്പാച്ച് ചെയ്യേണ്ടത്, അപ്പൊ അതൊക്കെ സെയിൽസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ ഒരു ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പുകളൊന്നും ഇല്ലാതെ ഡിഫറെന്റ് ലെവൽസിലുള്ള ആളുകൾ തമ്മിലുള്ള ഒരു ക്രോസ് വൈസ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത്? ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് മെറ്റാ കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ മെറ്റാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എബൌട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായത് മെറ്റ എന്ന് പറയുന്ന ഒരു വേർഡ് ഫ്രണ്ടിൽ വരുമ്പോൾ ഓർക്കുക, നമ്മൾ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനെക്കുറിച്ച് തന്നെ. ഇപ്പൊ മെറ്റാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ എബൌട്ട് കമ്മ്യൂണിക്കേഷൻ ആണ് ഈ പറയുന്ന മെറ്റാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് കൺവേസ് അഡീഷണൽ മീനിങ്സ് ബിയോണ്ട് ദ ലിറ്ററൽ കണ്ടന്റ് ഓഫ് വാട്ട് ഈസ് സെഡ്, ഓഫൺ ഇംപ്ലൈങ് ഡിഫറെന്റ് മെസ്സേജസ് അറ്റ് വേരിയസ് ലെവൽസ്. അതായത് ആക്ച്വലി നമ്മളിപ്പം പറയുന്ന ആക്ച്വൽ ആയിട്ട് ഇപ്പോൾ ഒരു സ്പീക്കർ എന്താണോ മീൻ ചെയ്യുന്നത്, പക്ഷെ അതിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കേൾക്കുന്ന ആൾക്ക് തോന്നുന്നത്. ഓക്കെ, അഡീഷണൽ മീനിങ്സ് ആയിരിക്കും. ആക്ച്വലി എന്താണോ നമ്മൾ പറയുന്നതിന്റെ ലിറ്ററൽ കണ്ടന്റ്, അതിനേക്കാളുപരി അഡീഷണൽ ആയിട്ടുള്ള മീനിങ്സ് കൺവേ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഈ മെറ്റാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റാ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ക്ലാരിഫൈ വാട്ട് വി മീൻ, ടു ചെക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഓർ ടു നെഗോഷിയേറ്റ് ദ റൂൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മളിപ്പോൾ ഒരാളോട് ഒരു കോൺവെർസേഷൻ നടത്തി, നമുക്കറിയില്ല, വി ആർ നോട്ട് ഷുവർ നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെയാണോ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം അല്ലെ, ഐ എം നോട്ട് ഷുവർ ഇഫ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പറയും, ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കി എടുത്തത് എന്ന് എനിക്കറിയില്ല. അപ്പൊ അത്തരത്തിൽ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് മെറ്റാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഫ്ലാറ്ററിങ് റിമാർക്സ് ഒക്കെ ഇതിനൊരു എക്സാമ്പിൾ ആണ്. നമ്മൾ ഒരാളെ പറ്റി പുകഴ്ത്തി പറയുക, പക്ഷെ നമ്മൾ ആ പറയുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും, അവര് നമ്മൾ ഉദ്ദേശിച്ച അല്ലായിരിക്കും, അതിനേക്കാളും അഡീഷണൽ മീനിങ്സ് ഒക്കെ ആയിരിക്കും കേൾക്കുന്ന ആൾക്ക് തോന്നുന്നത്. അപ്പൊ അത്തരത്തിൽ ആക്ച്വൽ കണ്ടന്റ്, നമ്മൾ എന്താണോ പറഞ്ഞത് ആക്ച്വൽ കണ്ടന്റിനേക്കാളും ഉപരി അഡീഷണൽ ആയിട്ടുള്ള മീനിങ്സ് കൺവേ ചെയ്യുന്ന ഒരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഈസ് മെറ്റാ കമ്മ്യൂണിക്കേഷൻ. പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ എബൌട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് ഓർക്കുക. ഓക്കെ, എന്തിനെ കുറിച്ചാണോ നമ്മൾ പറയുന്നത് അതിനെ കുറിച്ചിട്ടുള്ളത് ഈ മെറ്റ എന്നുള്ളത് അങ്ങനെ ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പം ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ക്ലാരിഫൈ വാട്ട് വി മീൻ, ടു ചെക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഓർ ടു നെഗോഷിയേറ്റ് ദ റൂൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അത് മാത്രമല്ല രണ്ടുപേർക്കും ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതി ക്ലിയർ ആണോ എഫക്റ്റീവ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം കൃത്യമായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതേ ഉള്ളൂ. ഇപ്പൊ നമ്മളൊരു കോൺവെർസേഷൻ നടത്തി മറ്റേ കേൾക്കുന്ന ആൾക്ക് കാര്യം മനസ്സിലായി, ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണോ അവർക്ക് മീൻ ചെയ്ത്, അവർക്ക് അതാണോ അണ്ടർസ്റ്റാൻഡ് ചെയ്തതെന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് പറയാം, ഞാൻ ഉദ്ദേശിച്ചതാണോ നീ ഇനി മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഐ എം നോട്ട് ഷുവർ ഇഫ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഈ മെറ്റാ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത്രയും കാര്യങ്ങളെങ്കിലും വളരെ ബേസിക് ആയിട്ട് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്? ദാറ്റ് ഈസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ താങ്ക് യു.